വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം 4 സെമസ്റ്റർ എക്സാംസിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. സോ ഓൾറെഡി നമ്മൾ ആദ്യത്തെ 2 സബ്ജക്ട്സ് മാനേജ്മെന്റ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സും GST പേപ്പറിന്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ്. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏതൊക്കെയാണ് എസ് ടോപ്പിക്സ് വരുന്നത്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ മിനിമം ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡറുള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് വരുന്നത്. 4 ബ്ലോക്കുകളായിട്ട് കാണാൻ സാധിക്കും. സോ ഇതിലാദ്യം ബേസിക്സ് ആണ്, FM-ന്റെ, ദെൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ് പിന്നെ വരുന്നത്, ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നു, ഡിവിഡൻഡ് പോളിസീസ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻസ്. ഇതാണ് നമ്മുടെ 4 ബ്ലോക്ക്. സോ 4 ബ്ലോക്കിൽ നിന്നും എസ് വരുന്നതാണ് സാധാരണ ഇപ്പോൾ കണ്ടുവരുന്നത്. ഒരു പ്രോബ്ലം 3 തിയറി ചോദ്യങ്ങളാണ്. ഇനിയിപ്പോൾ 2:2 ഇടുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇതിൽ 4 എസ് ഓരോ ബ്ലോക്കിൽ നിന്നും വരുന്നത്. അപ്പോൾ ആദ്യത്തെ ബ്ലോക്കിൽ നിന്ന് ഞാൻ യൂണിറ്റ് നമ്പർ 2-ൽ നിന്ന് ഒരു എസ് പ്രതീക്ഷിക്കുന്നുണ്ട്. യൂണിറ്റ് നമ്പർ 2-ൽ നിന്ന്. പിന്നെ ബാക്കിയുള്ള 2 യൂണിറ്റിൽ നിന്നൊക്കെ നമുക്ക് തിയറി ചോദ്യങ്ങളുണ്ട്. ദെൻ ബ്ലോക്ക് നമ്പർ 2-ലോട്ട് പോവുകയാണെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ, അതിൽ ടെക്നിക്സ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ആണ് എസ്സേക്ക് പ്രതീക്ഷിക്കുന്നത് തിയറി ആയിട്ട്. അതല്ലെങ്കിൽ NPV അല്ലെങ്കിൽ IRR ഇതിൻ്റെ പ്രോബ്ലം എസ്സേക്ക് വരാം. അപ്പോൾ അതിൻ്റെ തിയറി ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പറയുന്ന ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സിൽ നോൺ ഡിസ്കൗണ്ടിങ് ഉണ്ട്, ഡിസ്കൗണ്ടിങ് ഉണ്ട്. ചിലപ്പോൾ നോൺ ഡിസ്കൗണ്ടിങ് മാത്രമായിട്ട് എടുത്ത് ചോദിക്കാം തിയറി, അതല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ്, അതല്ലെങ്കിൽ അതിൽ NPV-യുടെയോ IRR-ൻ്റെയോ ഒരു പ്രോബ്ലം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് നമ്പർ 2-ലത്തെ ഏരിയ എന്ന് പറയുന്നത് അതാണ്. പിന്നെ ബ്ലോക്ക് നമ്പർ 3-ലോട്ട് വരുന്ന സമയത്ത് എസ് പ്രതീക്ഷിക്കുന്ന ഏരിയ ലിവറേജ്, അതല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്. ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നു, 5 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ SU ആയിട്ട്. ദെൻ ഫൈനലി ബ്ലോക്ക് നമ്പർ 4-ൽ വർക്കിംഗ് ക്യാപിറ്റലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറി SAക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി പ്രോബ്ലം ഇടുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും വർക്കിംഗ് ക്യാപിറ്റലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് SAക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് 4 ബ്ലോക്കുകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്. ഇനി അത് യൂണിറ്റ് വൈസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബ്ലോക്ക് നമ്പർ 1-ൽ യൂണിറ്റ് നമ്പർ 2-ൽ നിന്ന് എസ് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. യൂണിറ്റ് നമ്പർ 1-ൽ നിന്ന് ഇപ്പോൾ ബേസിക് തിയറി 5 മാർക്ക് 2 മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്നു. ദെൻ ബ്ലോക്ക് നമ്പർ 2-ലോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു യൂണിറ്റ് നമ്പർ 1-ഉം 2-ഉം ആണ്, അതിൽ നിന്ന് എസ് അതുപോലെ തന്നെ 5 മാർക്ക് 2 മാർക്ക് ചോദ്യങ്ങൾ വരുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 യൂണിറ്റ്. അതുപോലെ തന്നെ ബ്ലോക്ക് നമ്പർ 3-ലോട്ട് പോകുന്ന സമയത്ത് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ചോദിക്കാം. ദെൻ SAക്ക് പ്രതീക്ഷിക്കുന്നു ഈ പറയുന്ന ലിവറേജ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു ബ്ലോക്കിൽ. ദെൻ ബ്ലോക്ക് നമ്പർ 4-ലോട്ട് പോകുന്ന സമയത്ത് SA വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. 5 മാർക്സിൻ്റെ ചോദ്യത്തിലേക്ക് നോക്കുമ്പോൾ ഡിവിഡൻഡിൽ നിന്നുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു പാറ്റേൺ. ഇനി നമുക്ക് 1 by 1 ആയിട്ട് കിടക്കാം. സോ ആദ്യം യൂണിറ്റ് നമ്പർ 1 ആണ് ബ്ലോക്ക് നമ്പർ 1-ൽ. സോ ഇതിൽ നമ്മൾ ആദ്യം 5 മാർക്സിൻ്റെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കുന്ന ഏരിയ പറയുകയാണെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ചിലപ്പോൾ 2 മാർക്കോ 5 മാർക്കോ ആയിട്ട് പ്രതീക്ഷിക്കുന്നു. നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ ഈ പറയുന്ന 3 കീ ഡിസിഷൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ ഡിസിഷൻസ് നോക്കി വെച്ചോളൂ കേട്ടോ. 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ എന്താണ്. ഈ ഒരു ഏരിയ വെൽത്ത് മാക്സിമൈസേഷൻ എന്താണ്, ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് വെൽത്ത് മാക്സിമൈസേഷൻ. അത് 5 മാർക്സോ ഇനി SAക്ക് എടുത്തിടണമെന്നറിയില്ല. ഈ വെൽത്ത് മാക്സിമൈസേഷൻ്റെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
ഈ പോയിന്റ്സ് ഒക്കെ നോക്കി വയ്ക്കുക. 5 മാർക്സിൻ്റെയിലേക്കാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് 5 മാർക്സിൻ്റെ മറ്റൊരു ചോദ്യമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ്. ഇനി ഫൈനലി ഇതിൽ 2 മാർക്സ് ചോദ്യം, ഫിനാൻഷ്യൽ പ്ലാനിങ്ങും ഫിനാൻഷ്യൽ കൺട്രോളൊക്കെ 2 മാർക്സിൻ്റെ ചോദ്യം. അപ്പോൾ ഇതാണ് നിങ്ങൾ പിക്ക് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ടൈമിൻ്റെ ബേസിൽ നോക്കി വയ്ക്കാം. ഓക്കെ, മൂവിങ് ടു യൂണിറ്റ് നമ്പർ 2. യൂണിറ്റ് നമ്പർ 2 പോണ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എസ്സേക്ക് ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഡിസിഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഫിനാൻസ് ഡിസിഷൻസ് എസ്സേക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ആണ്. നിർബന്ധമായും പഠിച്ചു വയ്ക്കട്ടെ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ബ്ലോക്ക് നമ്പർ 1. മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 2, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആണ്. 3 യൂണിറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്കാണ്. സോ ഇതിലാദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതിൽ പർപ്പസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇതിൽ മെയിൻ ഏരിയ പോവുകയാണെങ്കിൽ തിയറി ആയിട്ട് എസ്സേക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ്, അതിൽ നോൺ ഡിസ്കൗണ്ടിങ്ങും ഉണ്ട്, ഡിസ്കൗണ്ടിങ്ങും ഉണ്ട്. ഡിസ്കൗണ്ടിങ് ടെക്നിക്സ് നെക്സ്റ്റ് ഒരു യൂണിറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ചിലപ്പോൾ മിക്സ് ചെയ്തിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ നോൺ ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് യൂണിറ്റിലത്തെ തിയറി മാത്രമായിട്ടാവാൻ ചോദിക്കുക, അല്ലെങ്കിൽ മിക്സ് ആവാം. നോൺ ഡിസ്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അതിൽ പേ ബാക്ക് പീരീഡ്, ARR ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ദെൻ ഡിസ്കൗണ്ടിങ്ങിൽ വരുമ്പോൾ NPV, IRR, പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇവിടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സിൻ്റെ നോൺ ഡിസ്കൗണ്ടിങ്ങിലും വരുന്നുണ്ട്. അപ്പോൾ കണ്ടോ, പേ ബാക്ക്, ദെൻ ARR, ഓക്കെ, ഇതാണ്. ദെൻ പേ ബാക്ക് പീരീഡിൻ്റെ പോസ്റ്റ് പേ ബാക്ക് പീരീഡ്. ദെൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഡിസ്കൗണ്ടിങ്ങിൽ NPV, IRR, പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൻ്റെ, അത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ ഈ 2 യൂണിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ 2 സാധ്യതകളാണ് കാണുന്നത്. ഒന്നുകിൽ ഇത് തിയറി ആയിട്ട് ചോദിക്കാം, എക്സ്പ്ലെയിൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ്, 2 ടെക്നിക്സും കൂടിയിട്ട് എഴുതാം. അതല്ലെങ്കിൽ പ്രോബ്ലമായിട്ട് എസ്സേക്ക് ഒന്നുകിൽ NPVയോ അതല്ലെങ്കിൽ IRRോ, NPVക്ക് സാധ്യതയുണ്ട് ചോദിക്കാം. ഈ പറയുന്ന പേ ബാക്ക് പീരീഡിൽ തന്നെ നമുക്ക് എസ്സേക്ക് വരാൻ സാധ്യതയുള്ള ടൈപ്പ് ചോദ്യമുണ്ട്. ഇനി അതും ഇടാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അത് എസ്സേക്ക് ഒരെണ്ണം ഇട്ടിട്ടില്ലെങ്കിൽ അത് തിയറി ആയിട്ടും എസ്സേക്ക് ഇട്ടിട്ടില്ല എങ്കിൽ നമുക്ക് മറ്റ് ടെക്നിക്കുകൾ പ്രോബ്ലം ആയിട്ട് കണ്ടോ. ഇതാണ് സംഭവം. ട്രഡീഷണലിലുള്ളത് കണ്ടോ, പേ ബാക്ക്, ARR, പിന്നെ ഡിസ്കൗണ്ടിങ്ങിലുള്ള മെത്തേഡ്സും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. പ്രോബ്ലത്തിനും തിയറിക്കും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. NPVയുടെ പ്രോബ്ലം പഠിക്കുക, IRRൻ്റെ പ്രോബ്ലം പഠിക്കുക, പേ ബാക്ക് പീരീഡിൻ്റെ പ്രോബ്ലം പഠിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു യൂണിറ്റ്. ഇനി നെക്സ്റ്റ് ഇതിൽ അടുത്ത യൂണിറ്റ് ആണ്. അടുത്ത യൂണിറ്റിലോട്ട് പോകുന്ന സമയത്ത് നമ്മളിതിൽ നിന്ന് തിയറി ഏതെങ്കിലും ചോദിച്ചാലായി, ഒറ്റ 5 മാർക്കിൻ്റെയിലോ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെയിലൊക്കെ ഏതെങ്കിലും വന്നാലായി. ഇപ്പോൾ RADRോ ഏതെങ്കിലും ബ്രേക്ക് ഈവൻ അനാലിസിസ്, സെൻസിറ്റിവിറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നാലായി കേട്ടോ. അങ്ങനെയാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ആ 2 പറഞ്ഞത് 2 മാർക്കിൻ്റെ ഒക്കെ ഏരിയയിൽ. യൂട്ടിലിറ്റി തിയറി ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് 2 മാർക്കിൻ്റെയിലേക്ക് നോക്കി വെച്ചോളൂ. ദാറ്റ്സ് അബൌട്ട് ആ ഒരു ബ്ലോക്ക്. മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 3. ബ്ലോക്ക് നമ്പർ 3 പോണ സമയത്ത് നമ്മൾ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക, തിയറി. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞു എസ്സേ തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. ഇത് എസ്സേക്ക് ഇടുമെന്നുള്ളത് എസ്സേക്കോ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെയിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം, ഏതെങ്കിലും ഒരു തിയറി പെർട്ടിക്കുലർ എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ ആ തിയറി നോക്കി വെച്ചോളൂ. കൂടുതൽ പ്രതീക്ഷിക്കുന്നത് 5 മാർക്കിൻ്റെയിലേക്കാണ്. ഇനി അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ, അപ്പോൾ തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ പഠിക്കുക കേട്ടോ. തിയറി ഏരിയയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഇനി നെക്സ്റ്റ് ലിവറേജ് ആണ്. ഇതിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താണ്, കോമ്പോസിറ്റ് ലിവറേജ് എന്താണെന്നൊക്കെ തിയറി ആയിട്ട് 5 മാർക്കിൻ്റെയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്.
ഓപ്പറേറ്റിങ്ങോ അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പൈൻഡ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് ആണ് ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നത്. പിന്നെ പ്രോബ്ലം ആയിട്ട് ഈ 3 ലിവറേജും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം പ്രതീക്ഷിക്കുന്നു. ഇനി അത് എസ്സേക്കും ഇടാം. ഓക്കെ, ഇപ്പോൾ ലിവറേജിൽ 3 ഈ പറഞ്ഞ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ്, ഡിഗ്രി ഓഫ് അങ്ങനത്തെ ഒരു ചോദ്യവും പ്രോബ്ലം ആയിട്ട് ചോദിക്കാം. അപ്പോൾ എന്തായാലും ലിവറേജ്, ഓപ്പറേറ്റിങ്ങും കോമ്പോസിറ്റൊക്കെ ഞാൻ തിയറിക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധമായും പഠിക്കുക, പ്രോബ്ലം നോക്കി വെച്ചോളൂ. ഇനി നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ഏരിയ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലോട്ട് പോകുമ്പോൾ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ് 2 മാർക്കിൻ്റെ തിയറിക്ക് പഠിക്കണം. അതിനുശേഷം പ്രോബ്ലം ആണ്. പ്രോബ്ലത്തിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഡെറ്റ് കണ്ടുപിടിക്കാനോ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന കോസ്റ്റ് ഓഫ് ഡെറ്റ് ആണ്. കോസ്റ്റ് ഓഫ് ഡെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇറഡീമബിളോ റെഡീമബിളോ അതിൻ്റെ പ്രിഫറൻസും ഉണ്ട്. ഡെറ്റ് പഠിച്ച പ്രിഫറൻസ് ഈസി ആയിട്ട് കിട്ടും. പിന്നെ CAPM എന്താണ്, CAPMൻ്റെ കാര്യങ്ങൾ, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലിൻ്റെ അതിൻ്റെ പ്രോബ്ലം നോക്കി വയ്ക്കുക കേട്ടോ. ദെൻ SA കഴിഞ്ഞ പ്രാവശ്യം 5 മാർക്കിൻ്റെയിലേക്ക് വന്നാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് SAക്ക് ചോദിക്കാൻ സ്കോപ്പുള്ള ഒരു ഏരിയ ആണ്. ബുക്ക് വാല്യൂലും മാർക്കറ്റ് വാല്യൂലും രണ്ടും കൂടിയിട്ടുള്ള ഒരു പ്രോബ്ലം SAക്ക് ചോദിക്കുക. അപ്പോൾ എന്തെങ്കിലും നോക്കി വയ്ക്കുക. ഓക്കെ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബുക്ക് വാല്യൂലും മാർക്കറ്റ് വാല്യൂലും കാണാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് മാറി മാറി ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഏതായിരിക്കും വരാമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ തിയറി നോക്കണം. ഈ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് പ്രോബ്ലം SAക്ക് പ്രതീക്ഷിക്കാം. പിന്നെ 5 മാർക്കിൻ്റെ ഡെറ്റ് ഒക്കെ അതിൻ്റെ ചോദ്യങ്ങൾക്ക് സ്കോപ്പ് ഉള്ളതാണ്. ഡെറ്റ് ക്യാപിറ്റലിൻ്റെ പ്രോബ്ലം, CAPMൻ്റെ പ്രോബ്ലം, പിന്നെ ലിവറേജിൻ്റെ എന്തായാലും 3 കൂടിയുള്ള പ്രോബ്ലം പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ തിയറിയും നോക്കി വയ്ക്കണം കേട്ടോ. മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 4. ബ്ലോക്ക് നമ്പർ 4 ഞാൻ പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റലിന് SA പ്രതീക്ഷിക്കുന്നു. ഡിവിഡൻഡിൽ നിന്ന് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഫോംസ് ഓഫ് ഡിവിഡൻഡ് നോക്കി വയ്ക്കുക, 5 മാർക്കിൻ്റെ ചോദ്യം. ദെൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യം എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ തിയറി ആയിട്ടാവാം ചോദിക്കുക. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസി 5 മാർക്സ് ചോദ്യം. സോ ഇതിലെ ഫാക്ടേഴ്സ് ഓർ ഡിറ്റർമിനൻസ് ഓഫ് ഡിവിഡൻഡ് പോളിസി, ഇത് 5 മാർക്കിൻ്റെ ഏതെങ്കിലും ഒരു ഇന്റേണൽ ഫാക്ടറോ എക്സ്റ്റേണൽ ഫാക്ടറോ അങ്ങനെ ഏതെങ്കിലും പെർട്ടിക്കുലർ ഫാക്ടർ എടുത്ത് ചോദിക്കാം. അപ്പോൾ ഫാക്ടേഴ്സ് ഓർ ഡിറ്റർമിനൻസ് ഓഫ് ഡിവിഡൻഡ് പോളിസി തിയറിക്ക് നോക്കി വയ്ക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിവിഡൻഡിൻ്റെ അടുത്ത ഏരിയയിലോട്ട് പോകുമ്പോൾ പ്രോബ്ലത്തിലോട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഗോർഡൻ്റെ പ്രോബ്ലം പ്രതീക്ഷിക്കുന്നു ഇപ്രാവശ്യം. ഗോർഡൻ മോഡലിൽ 5 മാർക്കിൻ്റെ ഇല്ല കേട്ടോ, അത് നോക്കി വെച്ചോളൂ. ഗോർഡൻ മോഡലിലാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. വാട്ടറും നോക്കാം, ഗോർഡൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഇതിൽ നിന്ന് തിയറി SAക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ചോദ്യം. SAക്ക് നിർബന്ധമായും പഠിക്കുക. SAക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്, സ്കിപ്പ് ചെയ്യരുത്. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിൻ്റെ പ്രോബ്ലം ആണ് നെക്സ്റ്റ് വരുന്നത്. ഈ ഒരു ടൈപ്പ് ഇലിസ്ട്രേഷൻ 4.3.2 പ്രിപ്പയർ ആൻഡ് എസ്റ്റിമേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. തിയറി അല്ലെങ്കിൽ പിന്നെ പ്രോബ്ലം ഇടുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് ചോദ്യമാണ് വരിക. തിയറിക്ക് കൂടുതൽ പ്രതീക്ഷിക്കുന്നു, അതല്ലെങ്കിൽ പ്രോബ്ലത്തിലാണെങ്കിൽ അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണെന്നുള്ളത് നോക്കണം കേട്ടോ. ഓപ്പറേറ്റിംഗ് സൈക്കിൾ തിയറിക്ക് പ്രതീക്ഷിക്കാം. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, അതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കുക കേട്ടോ. ഇനി ലാസ്റ്റ് ഏരിയയിലോട്ട് പോണ സമയത്ത് ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയാസ്, ലോഗ് ബോക്സ് സിസ്റ്റം എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം. ഇനി അതിനുശേഷം റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്താണ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി സൈസ് ഓഫ് റിസീവബിൾസ് നോക്കി വെച്ചോളൂ. അതുപോലെ തന്നെ ഒപ്റ്റിമം ക്രെഡിറ്റ് പോളിസി എന്താണ്, ക്രെഡിറ്റ് പോളിസി എന്താണെന്നുള്ളത് നോക്കണം കേട്ടോ. അതിനെ റിലേറ്റ് ചെയ്തിട്ട് റിസീവബിൾസ് മാനേജ്മെൻറ്റിലുള്ളതാണ്. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് പ്രോബ്ലമായിട്ട് ഫാക്ടറിങ് എന്താണെന്ന് നോക്കിയോളൂ. 2 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് പ്രതീക്ഷിക്കാം. ഫാക്ടറിങ് സർവീസസ്. ദെൻ ഇൻവെൻട്രിയിൽ ഈ ലെവൽസ് നോക്കി വെച്ചോളൂ. പ്രോബ്ലമായിട്ടോ പ്രോബ്ലമായിട്ട് വേണമെങ്കിൽ ഇടാം.
മിനിമം ലെവൽ, മാക്സിമം ലെവൽ, റിവേർട്ടർ ലെവൽ, അതുപോലെ തന്നെ EOQൻ്റെ പ്രോബ്ലം അതൊന്ന് നോക്കി വെച്ചോളൂ. പിന്നെ JIT എന്താണ്, ജസ്റ്റ് ഇൻ ടൈം, HML എന്താണ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. JIT നോക്കി വെച്ചോളൂ കേട്ടോ. ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ ലാസ്റ്റുള്ള ഈ ഒരു ഏരിയയും കൂടി നോക്കാം. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് പ്രോസസ്സ് 5 മാർക്സിൻ്റെയിലേക്കാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി ഞാനിതിൻ്റെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലെ ചോദ്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു, മിനിമം. ബാക്കിയുള്ളതും കൂടി നമുക്ക് ടൈമിൻ്റെ ബേസിൽ നോക്കാം. അപ്പോൾ essay 4 ബ്ലോക്കിൽ ഏതൊക്കെയാണ്? വർക്കിംഗ് ക്യാപിറ്റലിന് തിയറി പ്രതീക്ഷിക്കുന്നുണ്ട് essay. ദെൻ ഫസ്റ്റ് ബ്ലോക്കിലോട്ട് പോണ സമയത്ത് ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം സോഴ്സസ് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിലത്തെ വെൽത്ത് മാക്സിമൈസേഷനും ഫങ്ഷൻസും ഒക്കെ നമുക്ക് നോക്കാം. പിന്നെ ബ്ലോക്ക് നമ്പർ 2 പോണ സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ആണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ പ്രോബ്ലത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബ്ലോക്ക് നമ്പർ 3 കുറച്ചൊരു ഇതാണ്, നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ തിയറീസ് സ്കോപ്പ് ഉണ്ട്. പിന്നെ ലിവറേജും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഒക്കെ മാറി മാറി വരുന്നതാണ്. ഒന്നെങ്കിൽ 5 മാർക്ക് അല്ലെങ്കിൽ SAക്ക് ഒക്കെ സ്കോപ്പ് ഉള്ളതാണ്. ബ്ലോക്ക് നമ്പർ 3 കുറച്ചൊരു എന്താണ് ഷിഫ്റ്റ് ചെയ്തിടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ പാർട്ട് എയിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാ തിയറീസും വരും. പാർട്ട് ബിയിലോട്ട് പോകുന്ന സമയത്ത് 10 ചോദ്യങ്ങളിൽ ഒരു 4 പ്രോബ്ലം 6 തിയറി വരെ ഇടാറുണ്ട്. 4 പ്രോബ്ലം 6 തിയറി. ദെൻ SAക്ക് ഒരു പ്രോബ്ലം 3 തിയറിയും അങ്ങനെയൊക്കെ ഇടാറുണ്ട്. ഇനി അതിൽ മാറ്റി ഇടുമെന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ പ്രോബ്ലത്തിനും തിയറിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ കോച്ചിങ് കൊടുത്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലൊക്കെ പ്രോബ്ലംസിൻ്റെ എണ്ണം കുറവാണ്. നമ്മൾ കൂടുതൽ പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടെന്നുള്ളതാണ്. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, എന്നുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നടത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.